നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്നത്. 750-ലേറെ തിയേറ്ററുകളിലാണ് എമ്പുരാൻ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 48 മണിക്കൂറിന് അകത്ത് വെച്ച് ഒരു 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മലയാള സിനിമ എന്നാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതും ഇപ്പോൾ ഇതുവരെ വരുന്ന സിനിമകൾ ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ദിവസമോ കൊണ്ട് 100 കോടി ക്ലബിൽ കയറുമ്പോൾ 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെ കയറിയ ഒരു സിനിമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എന്ന് മാത്രമല്ല, എല്ലാവരെയും റിപ്പോർട്ടുകളാണ് എമ്പുരാനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പൃഥ്വിരാജിന്റെ 3ാമത്തെ സിനിമ ഇത്തരത്തില് കേരളം മാത്രമല്ല ലോകം മൊത്തം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന, അതിനേക്കാൾ ഉപരി ഇത് ഇറക്കണമായിരുന്നു വേണ്ടയോ എന്ന് സംശയം വരുന്ന തരത്തിലൊരു പടമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് കാണാൻ പോയ സമയത്ത് എനിക്കും വളരെ സന്തോഷം തോന്നി. അതായത് ഒരു മലയാള സിനിമ ഇത്രയും ഗംഭീരമായിട്ട് എടുത്തു വെക്കാൻ പറ്റുമെന്ന് തോന്നിയൊരു പടം തന്നെയായിരുന്നു. പക്ഷേ റീസെന്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ സിനിമ 2 സെൻസർ ബോർഡ് 2 സീനുകൾ മാത്രം, അതും സെക്കൻഡുകളുടെ സീനുകൾ മാറ്റിവെച്ച ഒരു സിനിമ ഇപ്പൊ 17 സീനുകൾ കട്ട് ചെയ്തുകൊണ്ട് പ്രദർശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ആദ്യം ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പോ വിമർശിക്കുന്ന രീതിയിലും നിലപാട് മാറ്റി ആ ഒരു സിനിമയെ വിമർശിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഈ ഒരു സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ കത്തി നിൽക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ചരിത്രം, നമ്മളെ മുൻപ് നടന്നിട്ടുള്ള ചരിത്രവും കേരളത്തിലും രാജ്യത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും അതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം സിനിമ കാണാൻ പോകുന്നവർക്ക് മാത്രമല്ല നഷ്ടമാവേണ്ടാത്തത് കൊണ്ട് നമ്മൾ അതിന് പറയുന്നില്ല. അത് പക്ഷേ ഈ സിനിമയെ കുറിച്ച് പൊതുവെ പറയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു സിനിമ ഈ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്ന തരത്തിലൊരു സിനിമ എടുത്ത് അത് പ്രദർശിപ്പിക്കാൻ കാണിച്ചൊരു ധൈര്യവും, അത് പുറത്തു വന്നതിന് ശേഷം ഈ പൃഥ്വിരാജ് ആണെങ്കിലും നടൻ മോഹൻലാൽ ആണെങ്കിലും അവരൊക്കെ എടുക്കുന്ന ഇപ്പോഴത്തെയും ഒരു നിലപാട്, പൃഥ്വിരാജൊന്നും ഇത്രയും വിമർശനങ്ങൾ വന്നിട്ടും ഇതുവരെ താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പ്രതികരിച്ചിട്ടില്ല. പൃഥ്വിരാജ് മാത്രമല്ല, ആ സിനിമ ചെയ്ത അഭിനയിച്ച ഓരോ വ്യക്തികളും ഇതുവരെയും ഇത് ഇതിൽ ഉൾപ്പെട്ടതിൽ ഞങ്ങളിപ്പോ തെറ്റായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇത് തെറ്റായി പോയോ എന്നുള്ള ഒരു തെറ്റല്ല എന്നവര് പറയുന്നില്ല. ഇത് ശരിയാണ്, ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇതുവരെയും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരാൾ കൂടെ ഉണ്ട്, നമ്മുടെ മഞ്ജു വാര്യർ. പലരും മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മറന്നുപോയി എന്ന് മാത്രമല്ല, ഇപ്പൊ മഞ്ജു വാര്യർ ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചു എങ്കിൽ പോലും ഒരുപാട് ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇത്രയും ഒരു ഹൈപ്പ് മഞ്ജു വാര്യറിന് കിട്ടിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല എങ്കിലും ആ സിനിമ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുടെ പില്ലറെ ഈ പറയുന്ന മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ്. ആ ഒരു സ്ത്രീ കഥാപാത്രം അതിലുണ്ടായിരുന്നില്ലെങ്കിൽ ആ സിനിമയുടെ ബേസിൽ പോയി കഴിഞ്ഞു. എന്നിട്ട് പോലും ഒരു സ്ത്രീകൾക്കുള്ള ഇമ്പോർട്ടൻസ് അവിടെ സംസാരിച്ചിട്ടില്ല, ആ ഒരു സ്ത്രീ കഥാപാത്രത്തിനുള്ള ഇമ്പോർട്ടൻസ് സംസാരിച്ചിട്ടില്ല എന്നൊരു വലിയ വിഷയം കൂടെ ഇതിൻ്റെ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇതിന്റെ ഏകദേശം 17 ഭാഗങ്ങളോളം വെട്ടി മാറ്റണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിനെതിരെ നിരവധി രാഷ്ട്രീയ വിമർശനങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJP സർക്കാരിനെതിരെ ഉൾപ്പെടെ BJP പ്രവർത്തകർക്കെതിരെയൊക്കെ ഉള്ള ഒരു വിമർശനമൊക്കെ ആയിട്ടാണ് പലരും ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വിമർശനം വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ ഒരു ഭാഗം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു തെറ്റ് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആ തെറ്റ് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ തെറ്റ് എൻ്റെ കാരണം എന്താണ് എന്ന്
ഒരു വശം കാണിച്ചു, മറ്റൊരു ഭാഗം മൂടി വെച്ച ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഈ സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നത്. അത് മാത്രമല്ല അഖിൽമാരാറും ഒക്കെ ഇതില് ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ടല്ലേ? അഖിൽമാരാര് പ്രതികരിച്ചെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസത്തെ പ്രതികരണം എന്ന് പറയുന്നത്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു സംവിധായകൻ, ഒരു നടൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അത് നേരെ തുറന്നു പറഞ്ഞു, ധൈര്യത്തോടെ തുറന്നു പറഞ്ഞു എന്നുള്ള ഒരു രീതിയിലാണ് അഖിൽമാരാര് ഫസ്റ്റ് പ്രതികരിച്ചിരുന്നത്. ഇപ്പൊ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമയെ എങ്ങനെ വിൽക്കാം എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നത്. എന്താ വെച്ചാൽ ഇപ്പം സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിരവധി പ്രൊമോഷൻ വർക്കുകൾ ഈ നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏകദേശം എല്ലാ ഭാഷകളിലും 5 വർഷത്തെ കഷ്ടപ്പാടില് ഇവർ ഇത്തരത്തിലൊരു സിനിമ ഇറക്കുമ്പോൾ ഒരുപാട് സസ്പെൻസുകളായിരുന്നു. ഇല്ലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സസ്പെൻസുകൾ എന്താണ് അറിയാൻ, ആ ഒരു ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോർഷനൊക്കെ ആരാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. എനിക്ക് തോന്നുന്നു ഈ സസ്പെൻസ് എന്ന് പറയുന്നത് ഈ ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ ആയതുകൊണ്ട് തന്നെ ലൂസിഫർ അത്രത്തോളം ഹൈപ്പ് കിട്ടി, അത്രത്തോളം വിജയിച്ച ഒരു മൂവിയാണ്. അപ്പൊ അതിന്റെ 2ാം ഭാഗം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു അതിനേക്കാൾ ഉപരി നല്ലൊരു മൂവി ആയിരിക്കും എന്നായിരിക്കും എല്ലാ പ്രേക്ഷകരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അല്ലാതെ പ്രൊമോഷൻ ചെയ്യണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഒരു ആകാംക്ഷയോട് കൂടി തന്നെ ആയിരിക്കും പ്രേക്ഷകർ എല്ലാവരും പോയി കണ്ടത്. അപ്പൊ ആ ഒരു ഇത്തരത്തിലാണ് അത് ഞാൻ പറഞ്ഞു വന്നത് അഖിൽമാരാറിന്റെ വിഷയം. അതായത് അഖിൽമാരാര് പറയുന്നത്, പൃഥ്വിരാജ് എന്നുള്ള ഒരു മനുഷ്യന് ഈ ഒരു പ്രൊമോഷൻ ആദ്യം ചെയ്തല്ലോ. പൃഥ്വിരാജ് മാത്രമല്ല, ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളും പ്രൊമോഷന് വേണ്ടി പോയി. അപ്പോൾ തന്നെ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി വന്നു. മോഹൻലാൽ ഫാൻസ് ആണ് ഈ സിനിമ തുടക്കത്തിൽ കണ്ടത്. ഇപ്പം ഇറങ്ങിയിട്ട് 2 ദിവസം ആയിട്ടേ ഉള്ളെങ്കിലും ഈ ഒരു ഇടയിൽ മോഹൻലാൽ ഫാൻസ് പോയി കാണുമ്പോൾ അതിനിടയിൽ കുറച്ച് സംഖ്യകളുണ്ടായിരുന്നു, മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പം ഈ സിനിമ കാണുമ്പം ആളുകൾക്ക് മനസ്സിലാവും ആ സിനിമയിൽ ഏത് പാർട്ടിയാണ് അനുകൂലിക്കുന്നത്, ഏത് പാർട്ടിയാണ് പ്രതികൂലിക്കുന്നത്, ഏത് പാർട്ടിക്കാരുടെ തെറ്റാണ് കാണിക്കുന്നത്, ഏതാണ് പറയാത്തത് എന്നുള്ളത് വന്നു. അപ്പം ആ ഒരു അതുവരെയുള്ള ഒരു ബിസിനസ് പിടിക്കൽ എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസിനെ ഉപയോഗിച്ചിട്ടായിരുന്നുവെങ്കിൽ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വിഭാഗങ്ങളായല്ലോ. അതായത് തെറ്റുകാരായി കാണിക്കുന്നവരുണ്ട്, തെറ്റുകാരല്ലാത്തവരായി കാണിക്കുന്നുണ്ട്. അപ്പം പരസ്പരം ഇവർ തമ്മിലുള്ള ഒരു പോരാണ്. അപ്പം ഒരാളെ കുറ്റം പറയണമെങ്കിൽ മറ്റാൾക്ക് തീർച്ചയായിട്ടും ആ സിനിമ വന്ന് കാണേണ്ടി വരും. ആ സിനിമ കാണാതെ എന്താണ് സംഭവിച്ചതെന്നോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ പരാമർശിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ നടക്കുന്നത് ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് പൃഥ്വിരാജ് ഇപ്പം ഇറക്കിയിരിക്കുന്നത് എന്നാണ് അഖിൽമാരാര് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പ്രൊമോഷനൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തായിരിക്കും എന്നറിയാനായിട്ട് എല്ലാവരും പോയി കാണും. പോയി കണ്ടതിന് ശേഷം ഇത്രത്തോളം വിവാദമായപ്പോൾ, ഇത്രത്തോളം വിവാദങ്ങൾ നിൽക്കുമ്പോൾ എന്തായിരിക്കും അതിൽ വിവാദം ഉണ്ടാക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും സെൻസർ ഈ ഒരു സീനൊക്കെ കട്ട് ചെയ്യേണ്ട കാരണമായത് എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷ മറ്റുള്ളവർക്കും കാണും. അപ്പൊ വീണ്ടും അവർ ഈ ഒരു മൂവി പോയി കാണും. അങ്ങനെ കുറച്ചുകൂടി എല്ലാവരിലേക്ക് എത്തും. അതും ഒരു പ്രൊമോഷന്റെ ഭാഗമാണ് എന്നും ഒരു വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഇനി ആളുകൾ കാണുമെന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സിനിമയുടെ മെയിൻ സാധനങ്ങളൊക്കെ പോയിട്ടായിരിക്കും ഇനി ഇപ്പൊ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സിനിമയിൽ ആരെയാണോ വിമർശിക്കേണ്ടിരുന്നത് ആ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇനി ആളുകൾക്ക് കാണാനായിട്ട് ഒന്നും ഇല്ല. അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടവർ പോലും, അല്ലെങ്കിൽ സിനിമ കണ്ട എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യം, സ്ക്രിപ്റ്റ് അത്ര പോരാ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു സീനും കൂടി പകുതിയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തുണ്ടാകും ഉള്ളൊരു സംശയം. പക്ഷേ സ്ക്രിപ്റ്റ് പോരാ എന്ന് പറഞ്ഞാലും കേരളത്തിലെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഇതുപോലൊരു പടം തയ്യാറാക്കി വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് ശരി, ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് പോരാ എന്നൊരു വിഭാഗം പറയുമ്പോഴും അതിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു BGM-ഉം ആ ഒരു മ്യൂസിക്കും കൊടുത്ത ഒരു സ്പേസ് ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന അതൊരു
ഒരു അടിപൊളി ചിത്രം തന്നെയാണ്. എന്ത് പറഞ്ഞാലും എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടെന്ന് എത്രയൊക്കെ തെറ്റ് പറഞ്ഞാലും ആ ഒരു സിനിമ എന്നുള്ളത് മാത്രം നോക്കുമ്പോൾ കഥയായി മാത്രം നോക്കുമ്പോൾ ആ സിനിമ അടിപൊളിയാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. നിരവധി ആളുകളും അതിനെതിരെ സംസാരിച്ചിട്ട് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കൊള്ളൂല എന്ന് പറയുന്ന ആളുകളിൽ അധികം ആൾക്കാരെ ഞാൻ കണ്ടത് കുറച്ച് കുട്ടികളെയാണ്. അതായത് കുട്ടികളെ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളെക്കാളും ഉദ്ദേശിച്ച രീതികൾ ഒക്കെ ഈ സിനിമയിൽ കുറവാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മുണ്ടുടുത്ത് മടക്കി കുത്തി ആ ഒരു വൈബിൽ കണ്ടതുകൊണ്ട് അത് മാറുമ്പോൾ ഉള്ളൊരു അക്സെപ്റ്റൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ കുട്ടികൾക്കൊക്കെ അവർ ഈ പൊളിറ്റിക്കൽ പരമായിട്ടും ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് എന്താണോ സംഭവിക്കുന്നത് അത് നേരിട്ട് അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുറേ ആളുകൾ ഇതിന് കൊടുത്ത ഹൈപ്പിൻ്റെ ആവശ്യമൊന്നും ഈ സിനിമയ്ക്ക് ഇല്ല എന്ന് പറയുന്നത്. എന്തായാലും ഈ ഹൈപ്പിൻ്റെ ആവശ്യം ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെറും 3ാമത്തെ പടം ചെയ്യുന്ന പൃഥ്വിരാജ് എന്നുള്ളൊരു മനുഷ്യന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇത്ര വലിയൊരു പടം എടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പ് ആ സിനിമയ്ക്ക് ഈ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. ഈ സസ്പെൻസ് എന്ന് പറയുന്നത് ആരാണ് എബ്രഹാം ഖുറൈഷി എന്നത് അറിയാൻ വേണ്ടിയാണ് പലരും ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് അടുത്ത് ഇനിയിപ്പോ 3ാമത്തെ സീസൺ 3ാമത്തെ മൂവി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി റിവീൽ ആകും എന്നാണ് ഇപ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ ലൈക്ക പ്രൊഡക്ഷൻസ് അങ്ങനെ ഒരുപാട് പേരാണ് ഈ ഒരു മൂവി വിതരണത്തിന് ഏറ്റെടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ ആണ് ലൈക്ക പ്രൊഡക്ഷൻസ് മാറി എന്നുള്ള വിവരം പുറത്തു വരികയും പിന്നെ അതിനുശേഷം ഗോപാലന്റെ ഗോകുലം മൂവീസ് ഈ ഒരു സിനിമ വിതരണത്തിന് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു സംശയം തന്നെയാണ്, ഈ ഒരു ഇത്രയും വിവാദങ്ങൾ ഉള്ളത് കൊണ്ടാണോ ലൈക്ക പ്രൊഡക്ഷൻസ് സാധ്യത ഉള്ളത് കൊണ്ടാണോ ഈ ലൈക്ക പ്രൊഡക്ഷൻസ് അവസാന നിമിഷം പിന്മാറിയത് എന്നുള്ള ഒരു സംശയവുമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് പ്രധാനമായിട്ടും ഇതിന്റെ പ്രിന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുമ്പോൾ നമ്മൾ എമ്പുരാൻ എന്നുള്ള ഒരു വിഷയത്തിന് ഉപരി ഒരു മനുഷ്യനൊരു സിനിമ ഇറക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഒരു മനുഷ്യനോ ദിവസം പറയാൻ പറ്റുന്ന മണിക്കൂറുകൾക്ക് മുന്നേ ആണ് ഈ ഒരു പ്രിന്റ് ഇറങ്ങിയത്. അപ്പം അത്തരത്തില് പ്രിന്റ് ഇറക്കുന്ന ആളുകൾ, അതായത് കോപ്പി എടുത്ത് വെറുതെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഒരുപാട് ഈ ഒരു മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ഈ നടനോ നടിയോ അവര് മാത്രമല്ല, അണിയറ പ്രവർത്തകർ മാത്രമല്ല, ഈ ഒരു സിനിമയെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സിനിമ എന്തിനാണ് പറയുന്നത്, സിനിമ കഴിഞ്ഞു സിനിമ പ്രദർശിപ്പിച്ചതിന് ശേഷം ആ സിനിമ കാണാൻ വരുന്ന ആളുകളെ കൊണ്ടുവിടാനും ഇതാക്കാനും അങ്ങനെ ട്രിപ്പ് പിടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ അടക്കമുള്ള ജോലി. പിന്നെ അത് മാത്രമല്ല അതിന്റെ അകത്ത് ഈ ഓരോ തിയേറ്റർ ഉടമകള് പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ അകത്ത് തന്നെ ഉപജീവന മാർഗമായിട്ട് അവർ ഈ ഒരു പപ്കോണും അങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ പോലും അവരുടെ ജോലിക്ക് പോലും ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വ്യാജ പതിപ്പ് ഇറക്കുന്നത്. ഇതിലില്ലേ ഉണ്ടല്ലോ ഈ പൃഥ്വിരാജിന്റെ അമ്മ ഉണ്ടല്ലോ മല്ലിക സുകുമാരൻ, അവര് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അമ്മ ഇതിൽ വല്ല സസ്പെൻസും ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ബ്രേക്കിംഗ് ആയിട്ട് തരാൻ പറ്റുമോ എന്നൊക്കെ ഇന്റർവ്യൂവിൽ ഓരോരുത്തർ ആങ്കേഴ്സ് ചോദിക്കുമ്പോൾ മല്ലികാമ്മ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഞാൻ ഇന്ദ്രന്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു, എന്താണ് ഞാൻ ആരുടെ അടുത്തും പറയാൻ പോണില്ല, എനിക്ക് അതിനെക്കുറിച്ചൊരു ഹിന്റ് തരാൻ പോകുന്നു. അപ്പം മക്കള് അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞില്ല, അമ്മ സിനിമ കാണണം, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. കാരണം അത്രയും അവരുടെ സ്വപ്നമാണ് ആ ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ വീട്ടുകാരുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാണ്ട് ആ സിനിമ പുറത്തിറക്കിയതാണ്. അങ്ങനെ ഒരു 5-6 വർഷത്തെ കഷ്ടപ്പാടിൽ ഇറക്കുന്ന സിനിമയാണ് മോഹൻലാലാണെങ്കിലും അത് മാത്രമല്ല മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ ജീവിതം തന്നെയാണെന്നത്. ഒരുപാട് വർഷങ്ങൾ ഞങ്ങള് അത്രത്തോളം ഉറക്കം പോലും നഷ്ടപ്പെടുത്തി ചെയ്ത അത്രത്തോളം വിയർപ്പ് നീരാക്കിയ ഒരു സിനിമ തന്നെയാണെന്ന് മോഹൻലാലും നമ്മുടെ പൃഥ്വിരാജും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒരു വ്യാജ പതിപ്പ് ഇറക്കുമ്പോൾ ഇത്രയും ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഇത്ര വർഷം കഷ്ടപ്പെട്ട ആൾക്കാരുടെ ആ ഒരു
അധ്വാനത്തെ വിലയില്ലാതെ വില കുറച്ച് കാണുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രത്തോളം ഒരുപാട് ആൾക്കാര് ഈ കലാകാരൻ മാത്രമല്ല നിയമപരമായിട്ട് തെറ്റാന്ന് അറിഞ്ഞാൽ പോലും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഒരു സാമൂഹിക ദ്രോഹം ചെയ്യുന്നത് പോലെയാണ്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പോകണം, നമ്മൾ കുറ്റക്കാരനാകും, ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, ചിലപ്പം ഫൈൻ മാത്രമല്ല എത്ര ദിവസം വരും എന്നതൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യുന്നത് ഒരു തരം സാമൂഹിക ദ്രോഹം തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനുണ്ട്, അതുപോലെ തന്നെ പൃഥ്വിരാജനുമുണ്ട്. ഇനി അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടം പൊട്ടിപ്പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത്രയും വലിയൊരു സമൂഹത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജോ മോഹൻലാലോ മഞ്ജു വാര്യരോ ആരും അല്ല. ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ അധ്വാനമാണ്. ആ ഒരു അധ്വാനം കാണാതെയാണ് ഇവർ ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് അറിയുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു. ഇതില് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതായത് ഈ പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകനേക്കാള് പൃഥ്വിരാജിന്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് ഇവരുടെ കുടുംബത്തില് ഉണ്ടായ പല അവിഹിത കഥകളുമാണ് ഇപ്പൊ പുറത്തു വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. മല്ലിക സുകുമാരനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതൊന്നും വാസ്തവമല്ല എന്നത് മാത്രമല്ല, ഇവരറിയുക പോലും ചെയ്യാത്ത കാര്യങ്ങള് ഇങ്ങനെ കോർത്തിണക്കി പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഒരു റീച്ച് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, നമ്മൾ പറയുന്നതിൽ കുറച്ച് വസ്തുത വേണം. മാധ്യമങ്ങളും ഇതിൽ കൈ കടർത്തുമ്പോൾ കുറച്ചൊരു പ്രാധാന്യം, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നടന്നത് നേരിട്ട് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ അവിഹിത കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് ഓരോരുത്തരുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിനെതിരെ വേറൊരു സംഭവം നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം ആടുജീവിതം എന്നുള്ളൊരു സിനിമ പൃഥ്വിരാജ് ഉണ്ടാക്കിയതും അഭിനയിച്ചതും ഒക്കെ. അപ്പം ഈ ആടുജീവിത സമയം എന്ന് പറയുന്നത് അത് ഷൂട്ട് ചെയ്തതൊക്കെ കൊറോണ കാലത്താണ്. ആ കൊറോണ കാലത്ത് കുറച്ച് പല സ്ഥലങ്ങളും ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം പൃഥ്വിരാജും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് ആ ഷൂട്ട് നടക്കുന്ന ആ ഒരു ഏരിയയിൽ കുടുങ്ങിക്കിടക്കായിരുന്നു. ഇപ്പം പുറത്തു വരുന്ന ഇത്തരത്തിൽ ആയപ്പം പലരും പറയാണ് പൃഥ്വിരാജിന് തീവ്രവാദ സംഘടനയായിട്ട് അവിടെ ബന്ധം വന്നു, അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത്തരത്തിലൊരു സിനിമ ഉണ്ടാക്കിയത്. ആടുജീവിതം എന്നുള്ള ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പൃഥ്വിരാജ് ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എവിടെയാണ് ഈ പറയുന്ന തീവ്രവാദ സംഘടനയായിട്ടൊക്കെ പൃഥ്വിരാജിനൊരു ബന്ധമുണ്ട് എന്ന് ഇവരൊക്കെ പടച്ചുവിടുന്നത് എന്നുള്ളൊരു ചോദ്യം. ഒന്നുമില്ല, ഒരു പ്രശ്നം വരുമ്പോ ആ ഒരു പ്രശ്നം ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് ഒന്നുമില്ല, ഒരു വസ്തുതയും ഉണ്ടാവത്തില്ല. അതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് അവരുടെ കുടുംബത്തെയും അവരെ പോലും തകർക്കുന്ന രീതിയിൽ ഒരുപാട് പേര് ഇങ്ങനെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷം നമ്മൾ എമ്പുരാന്റെ ഇറങ്ങി ഇത്രയും ഒരു വിവാദം കത്തി നിൽക്കുമ്പോൾ പോലും മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്ന് പോലും ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ വിമർശനം ഉയർത്തുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമ എടുക്കുമ്പം മോഹൻലാലിന് കൃത്യമായിട്ട് അറിയാം താൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്താണ്, ഇതിന്റെ വിമർശനങ്ങൾ എങ്ങനെ വരും, ഇതെന്താണ്, ഇതിന്റെ മുമ്പും പിമ്പുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. കേണൽ പദവി കൊടുക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് കൂടെ നിൽക്കണം എന്നുള്ള ഒരു വാക്ക് കൊടുത്തിട്ടൊക്കെ കൊടുത്ത സംഭവമാണ്. അപ്പം അത് തെറ്റിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു സിനിമയിൽ അഭിനയിച്ചത് എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും തെറ്റാണ് എന്നൊന്നും സിനിമ കണ്ടാൽ തോന്നില്ല. പക്ഷേ ഉള്ള കാര്യം ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതായത് ഒരു പ്രശ്നം ഒരു ഭാഗം തുടങ്ങുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി അത് എവിടെ അവസാനിച്ചു എന്ന് വേണം കാണിക്കേണ്ടത്. അല്ലാതെ ആ ഒരു പ്രശ്നം മാത്രം എടുത്ത് കാണിച്ചു എവിടെ നിന്നും തുടങ്ങി എന്ന് കാണിച്ചിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് തന്നെ കാരണമായ ഒരു അതെ അത് തുടക്കമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. അപ്പം അതിന്റെ പേരിൽ മാത്രം കേണൽ പദവി എടുത്തു കളയണം എന്നൊക്കെ പറയുമ്പം അത് തികച്ചും ഈ മോഹൻലാൽ സാറിനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യമായിട്ട് വൈരാഗ്യമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിൽ കേണൽ പദവിയൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ യൂണിഫോമിലാണ് പോയിരുന്നത്. ആ സമയത്ത് പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ യൂണിഫോമിൽ പോയതെന്ന്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം എത്രമാത്രം ലോകത്ത് പ്രശസ്തമായിട്ടുള്ള ഒരാളാണെന്ന്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം സക്സസ് ആയ ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഇനിയൊരു മീഡിയ പ്രസൻസിന്റെ ആവശ്യമൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോ ഇത് ഞാൻ ഒരിടത്ത് വായിച്ചതായിരുന്നു. ആദ്യ സമയത്ത് മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു കലാപാരമ്പര്യം ഒന്നുമില്ലാതെ അത്രത്തോളം അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ട് മാത്രം ഈ ഒരു നിലയിലേക്ക് എത്തിയതാണ്. അന്ന് അദ്ദേഹം ഈ ഒരു സിനിമാ മോഹവും കൊണ്ട് പോയി ഒരാളോട് സംസാരിച്ചു. അങ്ങനെ സംവിധായകനോട് സംസാരിച്ച് അഭിനയിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ അയാൾ നിഷ്പ്രയാസം ഒരുപാട് ചാൻസുകൾ ചോദിച്ചപ്പോൾ പോലും ചാൻസ് കൊടുക്കാതെ അത്രത്തോളം എല്ലാവരുടെയും പരിഹാസങ്ങളും ഒക്കെ കേട്ട് ആദ്യം ഒരു വില്ലനായിട്ട് സിനിമയിൽ അഭിനയിച്ചു. ആ വില്ലൻ വേഷത്തിൽ നിന്ന് ഇത്രയും ഒരു ഹൈപ്പിൽ ഇത്രയും ഒരു വലിയൊരു മഹാനടൻ എന്ന് പറയുമ്പോൾ കഴിവിലൂടെ മാത്രം എത്രത്തോളം അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ടെന്ന് അത് ആ ഒരു മോഹൻലാൽ സാറിന്റെ ആ ഒരു ജീവിതം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. എന്നിട്ടും എന്തിനിങ്ങനെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും അദ്ദേഹം ആ യൂണിഫോമിൽ വന്നപ്പം കുറെ സോഷ്യൽ മീഡിയയിൽ നിറയെ കമന്റ് ആയിരുന്നു. അവരൊക്കെ പറയുന്നത് അദ്ദേഹം ഷോ കാണിച്ചു, അതുകൊണ്ട് കേണൽ പദവി തിരിച്ചെടുക്കണം, യൂണിഫോം ഇട്ട് അവിടെ പോകണ്ടായിരുന്നു. ഇന്നും അതേ സ്വരം തന്നെയാണ് കേൾക്കുന്നത്. വിഷയം മാറുമ്പോഴും ആളുകളുടെ ആവശ്യം സെയിമാണ്, കേണൽ പദവി തിരിച്ചെടുക്കണം. അവരുടെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു മൂവി ഇത്രയും വിമർശിച്ച് നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട. അദ്ദേഹം ഈ ഒരു കേണൽ പദവിയിൽ നിൽക്കാൻ അർഹനല്ല, അതുകൊണ്ട് എടുത്തു മാറ്റണം. ഈ ഒരു ഒറ്റ ഒരു ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. അത് ഏത് സംഭവം വന്നാലും ഏത് വിഷയം ഇനി വന്നാലും അവർ ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ലോകത്തൊന്നടങ്കം വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിട്ട എഫേർട്ട് അത് വളരെ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനെ അംഗീകരിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. ഇനിയിപ്പം പുതിയ വേർഷൻ, അതായത് സെൻസർ ബോർഡ് 17ഓളം ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ടുള്ള വേർഷനൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. ഇനി ആ സിനിമയ്ക്ക് എങ്ങനെയായിരിക്കും ഒരു സ്വീകാര്യത ഉണ്ടാകുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിലവിൽ എമ്പുരാൻ എന്നുള്ള സിനിമ എത്രമാത്രം വിമർശനങ്ങളുണ്ടെങ്കിലും അതിന്റെ ഒരു വിജയം അത് മുന്നോട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.